ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ശൃംഖലയുടെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രികളിലും മാത്രം സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,83,44,000 വരുന്ന ആളുകളാണ്. 11 കോടി. അതാണ് IPOP നിരക്ക്. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഒറ്റവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 3000 കോടിയോളം തുക മുടക്കിയിട്ട് US-ലെ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ ശൃംഖല 2000-ഓളം കോടി രൂപ മുടക്കി ആന്ധ്രയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ബേബി മെമ്മോറിയലും ആസ്റ്ററും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ എന്തിനു വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി US-ലെ ബ്ലാക്ക് സ്റ്റോൺ മുതൽ ആന്ധ്ര ആസ്ഥാനമായി വന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഏറ്റെടുക്കുന്നത്? അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. 11 കോടി ജനങ്ങൾ പ്രതിവർഷം ആശ്രയിക്കുന്ന ഒരു പൊതുജനാരോഗ്യ ശൃംഖലയുള്ള നാട്ടിൽ എത്ര കോടി മുടക്കി ബേബി മെമ്മോറിയലും ആസ്റ്ററും വാങ്ങിയാലും ആ കച്ചവടം ലാഭത്തിലാകില്ല. ആ കച്ചവടം ലാഭത്തിലാകണമെങ്കിൽ വീട് വിറ്റിട്ടും ആധാരം പണയം വെച്ചിട്ടും ഈ സർജറി ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചെയ്താൽ മാത്രമേ അത് ലാഭത്തിലാകൂ. അപ്പോൾ പ്രശ്നം കാണേണ്ടത് ഇവരോടൊപ്പമാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000 വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ള അഭിപ്രായം.